പിന്നീട് നമുക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ ഓരോ വാക്കുകളും മിമസിസ്, ഹമേർഷ്യ ഒക്കെ പറയുമ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് മിമസിസ് എന്ന് കേൾക്കുമ്പോൾ അരിസ്റ്റോട്ടലിനെ ഓർക്കണം. ഹമേർഷ്യ എന്ന് പറയുമ്പോൾ ദുരന്ത നാടകത്തെക്കുറിച്ച് ഓർക്കണം. ദുരന്ത നാടകത്തിലെ കഥാപാത്രത്തിന് കടന്നു വരാനുള്ള പഴുതാണ് അമേർഷ്യ എന്ന് ഓർക്കണം. ആ അമേർഷ്യ എന്നുള്ള വാക്ക് കടം കൊണ്ടത് ഹിപ്പോക്രറ്റസിൻ്റെ വൈദ്യശാസ്ത്രത്തിൽ നിന്നാണ് ഓർക്കണം. അതാണ് പരീക്ഷയ്ക്ക് ഓർക്കേണ്ടത്. അതായത് പാശ്ചാത്യ കാവ്യ സിദ്ധാന്തത്തിൻ്റെ രൂപപ്പെടൽ യവനദേശത്തു നിന്നാണ്. കവികൾക്ക് ഇങ്ങോട്ട് പ്രവേശനമേ ഇല്ലെന്ന് പറഞ്ഞ പ്ലേറ്റോ ആണ് അതിൻ്റെ തുടക്കം. ആ പ്ലേറ്റോ ആണ് ഇത് വെറും അനുകരണം. ആ പ്ലേറ്റോയുടെ അനുകരണം എന്ന് പറയുന്നത് വെറും പകർപ്പ് മാത്രമാണ്. ആശയവാദിയായ പ്ലേറ്റോ ആശയത്തിന് ഊന്നൽ കൊടുക്കുന്നു. ആ ആശയത്തിൻ്റെ ദൈവികമായ കട്ടിലെന്ന ആശയം, ആ കട്ടിലെന്ന ആശയത്തെ ആവിഷ്കരിക്കുന്ന ആശാരി എന്ന് പറയുന്ന അനുകർത്താവ്, ആ ആശാരി എന്ന അനുകർത്താവിൽ നിന്ന് കട്ടിലെന്ന് പറയുന്ന ചിത്രത്തിലേക്ക് ആവിഷ്കരിക്കുന്ന ചിത്രകാരൻ എന്ന അനുകർത്താവ്, ആ ചിത്രകാരനിൽ നിന്ന് വാക്കുകൾ കൊണ്ട് താളം കൊണ്ട് അത് പിന്നീട് ആവിഷ്കരിക്കുന്ന കവി എന്ന അനുകർത്താവ്. അങ്ങനെയാണ് അദ്ദേഹം അനുകരണത്തെ വ്യാഖ്യാനിക്കുന്നത്. കവികൾ അംഗീകരിക്കുന്നില്ല. ആകെ അദ്ദേഹം വിമർശിച്ച് അംഗീകരിക്കുന്ന ഒരു കവി എന്ന് പറയുന്നത് ഹോമറാണ്. ഹോമർ എന്ന പേരും കൂടി ഓർക്കണം. പിന്നീടാണ് നമ്മൾ അരിസ്റ്റോട്ടിലെത്തുന്നത്. അരിസ്റ്റോട്ടിലാണ് പ്ലേറ്റോയ്ക്കുള്ള മറുപടിയാണ്. പ്ലേറ്റോയ്ക്ക് മറുപടി കൊടുക്കുന്നത് അരിസ്റ്റോട്ടിലാണ്, പോയറ്റിക്സിലാണ്. വളരെ ചെറിയ ഒരു കൃതിയാണ്. സംവാദ രൂപത്തിലുള്ളതാണ് പ്ലേറ്റോവിൻ്റെ കാര്യം. കുറിപ്പ് രൂപത്തിലാണ് അരിസ്റ്റോട്ടിലിൻ്റെത്. അരിസ്റ്റോട്ടിലിൻ്റെ ഈ കുറിപ്പിൽ പലത് കാര്യങ്ങളും പിന്നെ അദ്ദേഹം പ്ലേറ്റോയ്ക്കുള്ള മറുപടി കൂടിയാണ്. അരിസ്റ്റോട്ടിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ദുരന്ത നാടകമാണ്. ആ ദുരന്ത നാടകത്തിൻ്റെ ഇതിവൃത്തം ലളിതവും സങ്കീർണവുമുണ്ട്. അത് സങ്കീർണമാകുമ്പോഴാണ് ആ ദുരന്ത നാടകത്തിൻ്റെ ദുരന്ത നാടകം കൂടുതൽ നന്നാവുന്നത്. സങ്കീർണതയാണ്. ആ സങ്കീർണ വരുന്നതിലെ രണ്ട് ഘടകങ്ങളാണ് സ്ഥിതി വിവര്യവും അതുപോലെ തന്നെ അഭിജ്ഞാനവും. അപ്പം ഈ കഥാപാത്രത്തിൻ്റെ ഈ ട്രാജഡിയിലേക്ക് കടന്നു വരുന്ന മുന്നിലുള്ള ഒരു നല്ല മാതൃക എന്ന് പറയുന്നത് സോഫോക്ലിസിൻ്റെ ഈഡിപ്പസ് എന്ന നാടകമാണ്. അപ്പോൾ ഈഡിപ്പസിൻ്റെ ഒരു വല്ലാത്ത ട്രാജഡി, ഒരുപക്ഷെ ലോക സാഹിത്യത്തിൽ ഇങ്ങനെ അച്ഛനെ കൊന്ന് അമ്മയെ കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള സകല സാധ്യമായ കാര്യങ്ങളൊക്കെ ഈഡിപ്പസ് ചെയ്തിട്ടും അയാൾ അച്ഛനെ കൊല്ലേണ്ടി വരുന്നു, അമ്മയെ കല്യാണം കഴിക്കേണ്ടി വരുന്നു, പാപിയാകുന്നു. അവസാനം കണ്ടുകുത്തി പൊട്ടിച്ചു പോകുന്ന മനോഹരമായൊരു നാടകമാണ് ഈഡിപ്പസ്. അപ്പോൾ അങ്ങനെ ട്രാജഡിയെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വാക്കാണ് കഥാർസിസിസ്. അതും ഈ വൈദ്യശാസ്ത്രത്തിൽ നിന്ന് കടം കൊണ്ട ഒരു വാക്കാണ് കഥാർസിസിസ്. ഇതിന് എന്താണ് ഒരു ദുരന്ത നാടകം കാണുമ്പോൾ നമ്മിലുണ്ടാകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഒരു ദുരന്ത നാടകത്തിൻ്റെ കാഴ്ചക്കാരനിൽ അപ്പോൾ ഒരു ദുരന്തം കാണുമ്പോൾ, ദുരന്തം എന്ന് പറയുമ്പോൾ ഭയം അല്ലെങ്കിൽ ബീഭത്സം ഇതൊക്കെയാണ്. അപ്പോൾ ഒരു ഭയം, ഒരു കരുണ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാഴ്ചക്കാരനിൽ എന്താണ് ഉണ്ടാവുന്നത്? അതാണ് രണ്ട് സിദ്ധാന്തത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഒന്ന് വിരേചന സിദ്ധാന്തം. അതായത് ആ ട്രാജഡി കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഭയത്തെ, കരുണയെ ഒക്കെ ഇളക്കി മറിച്ച് ഒരുതരം ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് പോലെ മോചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ദുരന്ത നാടകം നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ, ഒരു ട്രാജഡി ആയിട്ടുള്ള ഒരു സിനിമ കാണുമ്പോൾ, ഇപ്പോൾ ആകാശദൂത് അങ്ങനെ ഒരുപാട് ട്രാജഡി ആയിട്ടുള്ള കരയാനുള്ള കുറേ സിനിമകളുണ്ടല്ലോ. ആ സിനിമകൾ കാണുമ്പോൾ എന്താണ് ആസ്വാദകരിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് അദ്ദേഹം ഒരു വിരേചന സിദ്ധാന്തം കൊണ്ടുവരുന്നത്. കാരണം ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു വികാരത്തെ അങ്ങ് ഇല്ലാതായി പോകും. നമ്മൾ പറയല്ല, അതൊന്ന് വിരേചനം എന്ന് പറയുമ്പോൾ ഒരു ഇളക്കി പോകുന്നത് പോലെ. അപ്പോൾ ഈ ഒരു ട്രാജഡി നമ്മുടെ മനസ്സിനെ ഇളക്കി മറിച്ച് മനസ്സിനൊരു മോചനം തരുന്നു. ഇതിനെ ഒരുപാട്. അപ്പോൾ അതൊരു തരം ഒരു സൈക്കോ തെറാപ്പിയാണ്. ഒരു ഹിപ്നോട്ടൈസ് പോലെ സംഭവിക്കുന്നതാണ്. അരിസ്റ്റോട്ടലിൻ്റെ ഈ ഒരു സിദ്ധാന്തം, ഈ ഒരു കഥാർസിസിസ് എന്ന് പറയുന്നതും വൈദ്യശാസ്ത്രത്തിനടുത്താണ്. അപ്പോൾ ഒരു ട്രാജഡി നമ്മൾ കാണുമ്പോൾ, ഒരു ട്രാജഡി ആയിട്ടുള്ള ഒരു സീന് നമ്മൾ കാണുമ്പോൾ, ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈഡിപ്പസ് എന്ന് പറയുന്ന നാടകം കാണുന്നു. ഈഡിപ്പസ് എന്ന് പറയുന്ന നാടകം അങ്ങേയറ്റത്തെ ട്രാജഡിയാണ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ മനസ്സിൽ പോലും കാണാത്ത സ്വന്തം അച്ഛനെ കൊന്ന് അമ്മയെ കല്യാണം കഴിക്കുന്ന ഒരു നായകൻ. അപ്പോൾ ഈ ഒരു നാടകം കാണുമ്പോൾ എന്താണ് ആ നാടകത്തിൻ്റെ ആത്യന്തികമായി എന്താണ് കാഴ്ചക്കാരിലേക്ക് കിട്ടുന്നത്, അതിൻ്റെ അനുഭവം എന്താണ് എന്നുള്ളതാണ് വിരേചന സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇത് കാണുമ്പോൾ ഈ ഭയവും ഈ കരുണവും ഈ വികാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാക്കിയിട്ട് നമ്മുടെ മനസ്സിനെ ആകെ ഇളക്കി മറിച്ച് ഒരുതരം മോചനം, നമുക്കൊരാശ്വാസം തരുന്നു എന്നുള്ളതാണ്.
അതാണ് വിരേചന സിദ്ധാന്തം. ഇതിനെ പിന്നീടുള്ള ലൂക്കാസിനെ പോലെയുള്ള ചില വ്യാഖ്യാതാക്കൾ ഇതിനെ വിമർശിക്കുന്നുണ്ട്. ദ തിയേറ്റർ ഈസ് നോട്ട് എൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നുണ്ട്. തിയേറ്റർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഹോസ്പിറ്റലല്ല, ഒരു ആശുപത്രിയല്ല. നാടകശാല എന്ന് പറയുന്നത് ഒരു ആശുപത്രിയല്ല. ഇങ്ങനെ ഒരു മനസ്സിനെ മതിച്ചു കൊണ്ടുപോവേണ്ടതല്ല. അപ്പം വിരേചന സിദ്ധാന്തത്തെ ആ ഒരു രീതിയിലല്ല ചില പിൽക്കാല നിരൂപകന്മാരൊക്കെ അതിനെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന് വിരേചന സിദ്ധാന്തവും മറ്റൊന്ന് വിമലീകരണ സിദ്ധാന്തം. വിമലീകരണ സിദ്ധാന്തം എന്ന് പറയുന്നത്, വിരേചന സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പുറന്തള്ളുകയാണ്. വിമലീകരണ സിദ്ധാന്തം എന്ന് പറയുന്നത് അത് ഒരു വിമലീകരിക്കുകയാണ്, ഗുണപരമായ ഒരു മാറ്റം ഈ കാഴ്ചക്കാരിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു വളരെ ഒരുപാട് പേരെ കുത്തിക്കൊല്ലുന്ന ഒരു ഭീകരമായ സിനിമ കാണുമ്പോൾ ആ ഒരു വികാരമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നുണ്ടായിട്ട് ഇങ്ങനെയൊന്നും പാടില്ല, അത് നമുക്ക് ഒരുതരം ഫീലിംഗ്, അതെല്ലാം പുറത്തേക്ക് പോവുക, അതാണ് വിരേചന സിദ്ധാന്തം. എന്നാൽ അതല്ല, ആ വികാരത്തെ തന്നെ അവിടെയൊന്ന് വിമലീകരിക്കുക, ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാക്കുക. അത് പുറത്തേക്ക് പോവുകയല്ല ചെയ്യുന്നത്, അവിടെ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കുക. അതാണ് പ്യൂരിഫിക്കേഷൻ തിയറി. ഈ രണ്ട് തിയറിയാണ് കഥാർസിസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത്. അവിടെ ഈ വിമലീകരണ സിദ്ധാന്തത്തിൽ പുറന്തള്ളലല്ല, മറിച്ച് ഗുണപരമായ ഒരു മാറ്റം അവിടെ ഉണ്ടാക്കലാണ്. അതാണ് കഥാർസിസ്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് നമ്മൾ വളരെ ചുരുക്കി പരീക്ഷയ്ക്ക് ഒരു പോയിൻ്റ് ഒരു മാർക്ക്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ഇതിൻ്റെ ഒരു ഈറ്റില്ല, കവികൾക്ക് ഇങ്ങോട്ട് പ്രവേശനമേ ഇല്ല, കുട്ടികൾ കവിത പഠിക്കരുത് എന്നൊക്കെ പറഞ്ഞ കവികളെ ശത്രുക്കളായി കണ്ട പ്ലാറ്റോവിൽ നിന്നാണ് പാശ്ചാത്യ കാവ്യ സിദ്ധാന്തം തുടങ്ങുന്നത്. അദ്ദേഹം കവികളെ അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുകരണ സിദ്ധാന്തം. അപ്പം ആ കട്ടിലാണ് പിന്നീട്, അതാണ് നമ്മൾ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ എല്ലാ സ്ഥലത്തും ഈ കട്ടിൽ, പ്ലാറ്റോയുടെ കട്ടിൽ ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. ആ കട്ടിലെന്ന് പറയുന്നത്, ആ കട്ടിൽ പല ടൈപ്പ് കട്ടിലുകളാണ് അല്ലേ. ഒരു കട്ടിലെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആശയമായ മൂർത്തമായ ശാശ്വതമായ ഒരു കട്ടിൽ. ആ കട്ടിലിനെയാണ് അതിനൊരു അമൂർത്തമായ ഒരു കട്ടിൽ. ആ കട്ടിലിനാണ് ഒരു രൂപം കൊടുക്കുന്നത് ആശാരി. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പകർപ്പായി, അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റായി. പിന്നീട് ആ കട്ടിലിനെ ചിത്രകാരൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ അടുത്ത ഫോട്ടോസ്റ്റാറ്റായി. പിന്നീട് ഈ കട്ടിലിനെ ഒരു കവി കട്ടിലിനെ കുറിച്ച് ഒരു കവിത രചിക്കുമ്പോഴത് മറ്റൊരു ഫോട്ടോസ്റ്റാറ്റായി. അപ്പോൾ ഇത് വെറും ഒരു അനുകരണം മാത്രമാണ്, ഇതിലൊന്നുമില്ല, ഇത് അസത്യമാണ്, ഇത് അബോധമാണ്. അതാണ് ഇവരൊരു ബോധപൂർവം ചെയ്യുന്നതല്ല, ഇത് അയുക്തിയാണ്, ഇതിൽ യാതൊരു ലോജിക്കുമില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ തള്ളിക്കളിയാണ് പ്ലേറ്റോ. റിപ്പബ്ലിക്, ഇയോൺ കൃതികളൊക്കെ ആ പ്ലേറ്റോവിന് കൊടുക്കുന്ന മറുപടിയിലൂടെയാണ് കാവ്യസിദ്ധാന്തത്തിന് ഒരു കൃത്യമായ ഒരു അടിസ്ഥാനമിട്ടത് അരിസ്റ്റോട്ടിൽ പറയുന്നത് അങ്ങനെയല്ല. അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിൻ്റെ കാവ്യസിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുന്ന പോയറ്റിക്സാണ്. അപ്പോൾ പോയറ്റിക്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ അരിസ്റ്റോട്ടിൽ കടന്നു വരണം. അരിസ്റ്റോട്ടിൽ അനുകരണമാണ് കല എന്ന് പറയുന്നു. അത് ഇദ്ദേഹം പറയുന്നത് പോലെ, തൻ്റെ ഗുരുവായ പ്ലേറ്റോ പറയും പോലെ ഫോട്ടോസ്റ്റാറ്റ് അല്ല, മറിച്ച് ജീവിതത്തെ ഇപ്പം അപൂർണതയൊക്കെ പൂർണ്ണതയാക്കുകയാണ്, അങ്ങനെയാണ് പറയുക. അപ്പം ഒരു ചിത്രകാരൻ ഒരു പൂവിനെ വരയ്ക്കുമ്പോൾ ഈ പ്രകൃതിയിലുള്ള പൂവിലൊക്കെ ഒരുപാട് പുഴുക്കുത്തുള്ള ഒരുപാട് പൂവുകളുണ്ട്. അപൂർണതയ്ക്ക് വിരചിച്ചു വിശ്വം എന്നൊക്കെ നമ്മൾ കവികൾ പാടിയിട്ടുണ്ട്. ഒരുപാട് അപൂർണതകളുണ്ട്. ആ അപൂർണതകളെ പൂർണ്ണമാക്കുന്ന ഒരു അനുകരണമാണ് എഴുത്തുകാരൻ നടത്തുന്നത്, കവി നടത്തുന്നത്. അത് പ്ലേറ്റോയുടെ പോലെ ഒരു ഫോട്ടോസ്റ്റാറ്റ് അനുകരണമല്ല എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അരിസ്റ്റോട്ടിൽ പിന്നെ ഊന്നി പറയുന്ന കാര്യം ട്രാജഡിയെക്കുറിച്ചാണ്. ആ ട്രാജഡിയെക്കുറിച്ച് പറയുമ്പോഴാണ് ട്രാജഡിയുടെ 6 ഘടകങ്ങളെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇതിവൃത്തം, അതിൻ്റെ കഥാപാത്ര ചിത്രീകരണം, ചിന്ത, അതിൻ്റെ ഡിക്ഷൻ പദവിന്യാസം, ഗാനമാധുരി, അതിൻ്റെ ദൃശ്യം. അപ്പോൾ അതിൽ തന്നെയാണ് ഇതിവൃത്തത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ആ ഇതിവൃത്തത്തിൻ്റെ ലളിതമെന്നും സങ്കീർണമെന്നും പറയുന്നത്. അപ്പോൾ സങ്കീർണമാണ് അദ്ദേഹത്തിന് ഇഷ്ടം, സങ്കീർണമായിരിക്കണം. ആ സങ്കീർണമാവണമെങ്കിലാണ് 2 കാര്യം പറയുന്നത്, സ്ഥിതി വിപര്യവും അതുപോലെ തന്നെ അഭിജ്ഞാനവും. പിന്നീടാണ് അദ്ദേഹം ഹിപ്പോക്രറ്റസിൻ്റെ ഹമേർഷ്യ, ഒരു നാടകം, അതായത് ഈ കഥാപാത്രം രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും അയാളെ വിടാതെ പിന്തുടരുന്ന പാപം, അതാണ് അച്ഛനെ കൊല്ലും. നേരത്തെ പ്രവചനം കിട്ടുന്നുണ്ട്. തീപ്സിൽ ദേവാലയത്തിൽ പോകുമ്പോൾ നീ ഇങ്ങോട്ട് കടന്നു വരരുത്, നീ അച്ഛനെ കൊന്ന അമ്മയെ കല്യാണം കഴിക്കുന്നവനാണെന്ന് ഈഡിപ്പസ് പ്രവചനം കേട്ടിട്ട് ഒരിക്കലും ഈ രാജ്യത്തെ നിൽക്കരുത്, ഈ രാജ്യത്ത് നിന്നാൽ താൻ അച്ഛനെ കൊല്ലുകയും ഈ ദുരന്തം തനിക്കുണ്ടാവുമെന്ന് കണ്ട് പേടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയ ആ രാജ്യത്ത് നിന്നേ പോയ ഈഡിപ്പസാണ്. പക്ഷേ ദുരന്തം കടന്നു വരാനുള്ള ഒരു പഴുത്, ഒരു അമേർഷ്യ അവിടെയുണ്ട്. ആ യാത്രക്കിടയിലും വിധി എന്ന് നമുക്കെന്ത് വേണം, വിധിയല്ലേ, എന്താണോ പറയുക, ആ ദുരന്തം ഈഡിപ്പസിലേക്ക് കടന്നു വരുന്നു. പ്രവചനം പോലെ തന്നെ ഈഡിപ്പസ് അച്ഛനെ കൊല്ലുന്നു. അച്ഛനാണെന്നും അറിയാതെ വഴിയാത്രക്കിടയിൽ ഒരു വഴിയാത്രക്കാരനുമായിട്ട് പറഞ്ഞ് തെറ്റി അയാളെ കൊല്ലുന്നു. മറ്റൊരു രാജ്യത്തെത്തുന്നു,
ആ രാജ്യത്തെത്തുമ്പോൾ ആ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടെ ഒരു സിംഫിലിങ്സ് എന്ന് പറയുന്ന ഒരു രാക്ഷസിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് ആ രാജ്യത്തിനെ രക്ഷിക്കാനെത്തുന്നു. സ്വാഭാവികമായിട്ടും രാജാവില്ലാത്തത് കൊണ്ട് ആ രാജ്ഞിയെ വരിക്കുന്നു. ആ രാജ്ഞിയെ വരിച്ച് ആ രാജ്ഞിയോടൊത്ത് കഴിഞ്ഞ് അപ്പോഴാണ് ആ രാജ്യത്ത് അരാജകത്വം ഉണ്ടാകുന്നത്. അപ്പോഴാണ് അരാജകത്വം ഉണ്ടാകുമ്പോഴാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പോഴാണ് തെറേസിയാസിസ് എന്ന് പറയുന്ന ഗുരു പറയുന്നത്, അവിടെയും ഒരു പ്രധാനപ്പെട്ട നാടകമുണ്ട്, എല്ലാ സത്യത്തിൻ്റെ പിറകെയും പോകരുത്, അന്വേഷിക്കരുതെന്ന്. പക്ഷേ ഈഡിപ്പസിന് സത്യം അറിഞ്ഞേ തീരൂ. അങ്ങനെയാണ് ഇതറിയുന്നത്. അപ്പോഴാണ് അപ്പോൾ അവിടെ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം അന്ന് ഈ പ്രവചനം ഉണ്ടായ സമയത്ത് അന്ന് ലയൂസ് രാജാവ് ഈ പ്രവചനം ഉണ്ടായ സമയത്ത് തന്നെ ഈ കുട്ടിയെ നാട് കടത്തിയിട്ടുണ്ടല്ലോ, വേറൊരു രാജ്യത്ത് കൊല്ലാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കുട്ടി ചത്തുപോയിട്ടുണ്ടാവും, മരിച്ചു പോയിട്ടുണ്ടാവുമല്ലോ എന്ന് പറയാണ്. അങ്ങനെയാണ് ആ ഇടയന്മാരെ വിളിച്ചു കൊണ്ടുവരുന്നത്. ആ ഇടയന്മാരെ വിളിച്ചു കൊണ്ടുവരുമ്പോഴാണ് പറയുന്നത്, ഞങ്ങൾ അതിനെ വധിച്ചിട്ടില്ല, കൊന്നിട്ടില്ല, അത് അടുത്ത രാജ്യത്തേക്ക് കൊടുത്തു എന്ന്. അപ്പോഴാണ് ആ നാടകം ഇങ്ങനെ കലങ്ങി മറയുകയാണ്. അപ്പോഴാണ് ഈ സത്യം തിരിച്ചറിയുന്നത്. സത്യം തിരിച്ചറിയുമ്പോഴാണ് അപ്പോഴേക്കും അമ്മ മരിക്കുന്നു. അമ്മ എന്ന് പറയുന്ന അമ്മ ഭാര്യയായി മാറുന്നു. അപ്പം ഇത്തരത്തിലുള്ള സങ്കീർണതകളൊക്കെ കടന്നു വരാനുള്ള ഒരു ഹെമേർഷ്യ, ഒരു പഴുത് അവിടെയുണ്ട്. പിന്നീടാണ് ഈ നാടകം സൃഷ്ടിക്കുന്ന എന്താണ് കാഴ്ചക്കാരിൽ അത് ഉണ്ടാക്കുന്നത്. അവിടെയാണ് വിരേചന സിദ്ധാന്തവും വിപുലീകരണ സിദ്ധാന്തം എന്ന് പറയുന്ന രണ്ട് സിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്നത്. അതും ഇപ്പോൾ വൈദ്യശാസ്ത്രത്തെ കടം കൊണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ലൂക്കാസിനെ പോലെയുള്ള പിൽക്കാല നിരൂപകർ തിയേറ്റർ ഈസ് നോട്ട് എൻ ഹോസ്പിറ്റൽ. ആശുപത്രി എന്ന് പറയുന്നത് നാടകശാല എന്ന് പറയുന്നത് നാടകശാല എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലല്ല, അതൊരു ആശുപത്രിയല്ല. അപ്പോൾ അങ്ങനെയല്ല എന്ന് പറയുന്നത്. അപ്പം ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, ഒരു ഓപ്ഷനൊക്കെ വരുമ്പോൾ 4 ഓപ്ഷനൊക്കെ ചോദിക്കാൻ പറ്റിയതാണ്. ഐക്യത്രയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നാടകത്തിൻ്റെ ഐക്യത്രയത്തെക്കുറിച്ച് 3 ഐക്യത്രയമാണ് ഉള്ളത്. 3 ഐക്യത്രയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഐക്യത്രയം എന്തൊക്കെയാണ്? ഒന്ന് ക്രിയൈക്യം, മറ്റൊന്ന് സ്ഥലൈക്യം, മറ്റൊന്ന് കാലൈക്യം. ക്രിയ, സ്ഥലം, കാലം, ഈ 3 ഐക്യത്രയം എന്ന് പറഞ്ഞാൽ 3. ഈ 3 ഐക്യത്തെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ പറയുന്നു. ഐക്യത്രയം. അപ്പോൾ അതാണ് അരിസ്റ്റോട്ടിലിൻ്റെ പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാത്രമുള്ള, ഇത് മാത്രം പഠിച്ചാൽ ഒരു പോയിൻ്റ്, ഒരു മാർക്ക് ഒക്കെ അങ്ങ് കടന്നു വരും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഓർമ്മ വേണം. സോക്രട്ടീസ് നമ്മൾ പറയുന്നില്ല, സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ് പ്ലേറ്റോവിൻ്റെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. പ്ലേറ്റോ ആണ്, റിപ്പബ്ലിക്കാണ്, ആദർശ രാഷ്ട്രമാണ്, കവികൾക്ക് കടന്നു വരാൻ പറ്റില്ല, കട്ടിൽ. പിന്നീടാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ വരുമ്പോഴാണ് ഈ ദുരന്ത നാടക സങ്കല്പം വരുന്നത്. അരിസ്റ്റോട്ടിലാണ് കഥാർസിസിനെ കുറിച്ച് പറയുന്നത്. അരിസ്റ്റോട്ടിലാണ് അത് കഥാർസിസിൻ്റെ ഭാഗമാണ് വിരേചന സിദ്ധാന്തവും വിപുലീകരണ സിദ്ധാന്തവും. പിന്നെ മറ്റൊരു ചോദ്യം ചോദിച്ചത്, നേരത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചത്, പ്ലേറ്റോ അംഗീകരിച്ച് വിമർശിച്ച കവി എന്ന് പറയുന്നത് ഹോമറിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ സിലബസ് അനുസരിച്ച് പിന്നീട് ഹോരസ് തുടങ്ങി ഒരുപാട് ആളുകൾ ഈ കാവ്യസിദ്ധാന്തത്തിലുണ്ടെങ്കിലും നിങ്ങളുടെ സിലബസിൽ പിന്നീട് പറയുന്ന അത് വില്യം വേർഡ്സ്വർത്താണ്. പിന്നീട് വരുന്നത് വില്യം വേർഡ്സ്വർത്തിലേക്കാണ്. വില്യം വേർഡ്സ്വർത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് ലിറിക്കൽ ബെല്ലാഡ്സ്. റൊമാൻറ്റിക് കവിയാണ് വില്യം വേർഡ്സ്വർത്ത്. ലിറിക്കൽ ബെല്ലാഡ്സ്. ഈ ലിറിക്കൽ ബെല്ലാഡ്സിൻ്റെ പ്രിഫേസ് എന്ന് പറഞ്ഞാൽ മുഖവുരയാണ്. ലിറിക്കൽ ബെല്ലാഡ്സിൻ്റെ മുഖവുരയിൽ വില്യം വേർഡ്സ്വർത്ത് എഴുതിയ കാര്യങ്ങളാണ് കാൽപ്പനികതയുടെ പ്രകടന പത്രിക. ഇതൊരു ചോദ്യം തന്നെയാണ്. കാൽപ്പനികതയുടെ പ്രകടന പത്രിക എന്ന് വിശേഷിപ്പിക്കുന്നത് വില്യം വേർഡ്സ്വർത്തിൻ്റെ ലിറിക്കൽ ബെല്ലാഡ്സിൻ്റെ മുഖവുരയാണ്. കാൽപ്പനികത. അപ്പോൾ അത് നമുക്കറിയാം, ക്ലാസിസം, നിയോ ക്ലാസിസം എന്നൊക്കെ പറഞ്ഞ ഇസങ്ങൾ. അപ്പോൾ അതിലാണ് കാൽപ്പനികത, റൊമാൻറ്റിസം. അതിൻ്റെ പ്രകടന പത്രികയായിട്ട് പാശ്ചാത്യ സാഹിത്യത്തിൽ പറയുന്നതാണ് വില്യം വേർഡ്സ്വർത്തിൻ്റെ പ്രിഫൈസ്. അതാണ് കാൽപ്പനികതയുടെ പ്രകടന പത്രിക. വില്യം വേർഡ്സ്വർത്ത് ആണ് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് വേർഡ്സ്വർത്ത് ചർച്ച ചെയ്യുന്നത്. ഒന്ന് കാവ്യപ്രകൃതി, മറ്റൊന്ന് കാവ്യസൃഷ്ടി, മറ്റൊന്ന് കാവ്യഭാഷ. കാവ്യപ്രകൃതി, കാവ്യസൃഷ്ടി, കാവ്യഭാഷ, അതാണ് വില്യം വേർഡ്സ്വർത്ത് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മളിങ്ങ് പോന്നു, റിപ്പബ്ലിക് അല്ല, ഇയോണല്ല, പോയറ്റിക്സ് അല്ല, പ്രിഫൈസ്, ലിറിക്കൽ ബെല്ലാഡ്സിൻ്റെ മുഖവുര. ആ മുഖവുരയിലാണ്
കാൽപ്പനികതയെക്കുറിച്ച്, റൊമാൻറ്റിസത്തെ അല്ല ആ മുഖവുരയിലാണ് കവിതയുടെ പ്രകൃതിയെക്കുറിച്ച്, കാവ്യസൃഷ്ടിയെക്കുറിച്ച്, കാവ്യഭാഷയെക്കുറിച്ച് വില്യം വേർഡ്സ്വർത്ത് പറയുന്നത്. അത് ആ പ്രഖ്യാപനമാണ് കാൽപ്പനികതയുടെ പ്രകടന പത്രികയായിട്ട് പറയുന്നത്. എന്താണ് കവിത? പോയട്രി ഈസ് ദ ഇമോഷൻസ് റീകലക്റ്റഡ് ഇൻ ട്രയാങ്കുലിറ്റി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പോയട്രി ഈസ് ദ ഇമോഷൻസ് റീകലക്റ്റഡ് ഇൻ ട്രയാങ്കുലിറ്റി, പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്നൊക്കെയുള്ള കവിതയ്ക്കുള്ള നിർവചനങ്ങൾ. അതായത് ഏകാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന, പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന, ഏകാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരമാണ് കവിത. പോയട്രി ഈസ് ദ ഇമോഷൻസ് റീകലക്റ്റഡ് ഇൻ ട്രയാങ്കുലിറ്റി എന്നാണ്. അതായത് ഒരു കവിത എന്ന് പറയുന്നത് അത് ഈ ഏകാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന ഒന്നാണ്. അത് ഒരു നിരീക്ഷണത്തിൻ്റെ ഒരു കവി ഒരു കാര്യം കാണുന്നു, അത് കവിയുടെ മനസ്സിൽ ഒരു തോന്നലുകൾ ഉണ്ടാക്കുന്നു, അതൊരു വികാരമായി മാറുന്നു, പിന്നീട് അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുന്നു തുടങ്ങി അങ്ങനെ അതുപോലെ തന്നെ ശക്തമായ വികാരങ്ങളുടെ ഒരു പ്രകടനമാണ്, ഒരു പവർഫുൾ ഫീലിങ്സാണ്. അതൊക്കെ വിശദീകരിക്കുകയാണ് വില്യം വേർഡ്സ്വർത്ത് ചെയ്യുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു കോട്ടിങ്ങാണ്, മനുഷ്യരോട് സംസാരിക്കുന്ന മനുഷ്യനാണ് കവി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയൊക്കെ ചോദിക്കും. മനുഷ്യരോട് സംസാരിക്കുന്ന മനുഷ്യനാണ് കവി എന്ന് കവിക്ക് ഒരു നിർവചനം കൊടുത്തത് വില്യം വേർഡ്സ്വർത്താണ്. പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏകാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരമാണ് കവിത എന്ന് പറഞ്ഞത് വില്യം വേർഡ്സ്വർത്താണ്. പോയട്രി ഈസ് ദ ഇമോഷൻസ് റീകലക്റ്റഡ് ഇൻ ട്രയാങ്കുലിറ്റി എന്ന് പറയുന്നത് ഏകാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരമാണ് കവിത. അപ്പം ചുറ്റുപാടുകളെ നിരീക്ഷിച്ചിട്ട് അത് തൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ചില പ്രതീതികൾ, അതിൻ്റെ വൈകാരികമായ ചില ആവിഷ്കാരങ്ങൾ, ചിന്തയിലൂടെയുള്ള ആവിഷ്കാരമാണ് കവിത എന്നാണ് വില്യം വേർഡ്സ്വർത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലേറ്റോവിൽ നിന്ന് നിങ്ങളുടെ സിലബസിൻ്റെ വളരെ ബ്രീഫായിട്ട് പ്ലേറ്റോ കഴിഞ്ഞു, പ്ലേറ്റോവിൽ നിന്ന് അരിസ്റ്റോട്ടിലെത്തി, പിന്നീട് നേരെ ഒറ്റ ചാട്ടമാണ് നമ്മൾ നേരെ കാൽപ്പനികതയിലേക്കെത്തി. അവിടെ വില്യം വേർഡ്സ്വർത്ത്, അതിനുശേഷമാണ് കോൾറിഡ്ജ്. അപ്പം പ്രിഫേസ്, ലിറിക്കൽ ബല്ലാഡ്സിൻ്റെ പ്രിഫേസിലാണ് വില്യം വേർഡ്സ്വർത്ത് കവിതയെക്കുറിച്ച് പറയുന്നത്. ഇനി അപ്പം അത് ഓർഡറിൽ ഓർക്കണം. പ്ലേറ്റോ നിങ്ങളുടെ സിലബസിലുള്ളതാണ്. ഇതിനിടയിൽ ഒരുപാട് ആളുകളുണ്ട്, അതൊന്നും നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് വളരെ സ്പെസിഫിക്കാണ് നിങ്ങളുടെ സിലബസ്, അതുകൊണ്ട് കുറേ കൂടി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ കോൾറിഡ്ജ് എന്ന് പറയുന്നത് 1772 മുതൽ 1834 ഇതാണ് കോൾറിഡ്ജിൻ്റെ ഒരു കാലമൊന്നും പ്രധാനപ്പെട്ടതല്ല, പക്ഷേ ഞാൻ പറയുകയാണ്. കോൾറിഡ്ജിൻ്റെ കൃതിയാണ് ബയോഗ്രാഫിയ ലിറ്റററിയ. ബയോഗ്രാഫിയ ലിറ്റററിയയിലാണ് കോൾറിഡ്ജ് കവിതയെക്കുറിച്ച് പറയുന്നത്, കവിപ്രതിഭയെക്കുറിച്ച്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. 4 ഉണ്ട്, ഇതിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കി. ഇത് ചോദിച്ചതാണ് നേരത്തെ. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ നേരത്തെ നെറ്റ് പരീക്ഷയൊക്കെ എഴുതിയപ്പോൾ നെറ്റിലും സെറ്റിലും HSSTയിലും HSIയിലൊക്കെ ഇവിടെ ഒരു ചോദ്യമുണ്ട്. അതായത് കവിപ്രതിഭ 4 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് സംഗീതാത്മകത, മറ്റൊന്ന് വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, മറ്റൊന്ന് ബിംബകൽപ്പന, മറ്റൊന്ന് ചിന്തയുടെ ആഴവും ഊർജവും. ഇതാണ് കവിപ്രതിഭയിൽ അദ്ദേഹം പറയുന്നത്. ഈ 4 പഠിച്ചു വെക്കണം. സംഗീതാത്മകത, വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ബിംബകൽപ്പന, ചിന്തയുടെ ആഴവും ഊർജവും. ഇപ്പോൾ വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ്, അതിലുപയോഗിക്കുന്ന ഇമേജുകൾ, ബിംബങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതിൽ ആ ചിന്ത വളരെ പ്ലെയിനായിട്ടുള്ളതല്ല, ചിന്തയുടെ ആഴം, ആ ചിന്ത പകരുന്ന ഒരു ഊർജം, അത് പ്രധാനപ്പെട്ടതാണ്. ഇത് 4 പ്രധാനപ്പെട്ടതാണ്. ഇതിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ട് പെടാത്തത് ഏത് എന്ന് ചോദിക്കാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ചോദ്യ സാധ്യത. അപ്പോൾ നിങ്ങൾ സംഗീതാത്മകത, വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ബിംബകൽപ്പന, ചിന്തയുടെ ആഴവും ഊർജവും. അപ്പോൾ ആടെ പേര് കോൾറിഡ്ജ്, കൃതിയുടെ പേര് ബയോഗ്രാഫിയ ലിറ്റററിയ. അതിൽ പറയുന്നതാണ് ഈ സംഗീതാത്മകതയും വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പും ബിംബകൽപ്പനയും ചിന്തയുടെ ആഴവും ഊർജവും. ആ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി, അത് നമുക്ക് അത്രയേ അറിയേണ്ടതുള്ളൂ. അടുത്തത്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാഥമിക ഭാവന, ദ്വിതീയ ഭാവന എന്ന് പറഞ്ഞ് 2 ഭാവനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രാഥമിക ഭാവന എന്ന് പറയുന്നത് അബോധപൂർവമായിട്ടുള്ളതാണ്, അബോധമാണ്. ദ്വിതീയ ഭാവന എന്ന് പറയുന്നത് ബോധമാണ്. ഈ അബോധപ്രവർത്തനമായിട്ടുള്ള ഈ പ്രാഥമിക ഭാവന എല്ലാവർക്കും ഉള്ളതാണ്.
എന്നാൽ ഈ ദ്വിതീയ ഭാവന, ബോധപൂർവമായിട്ടുള്ള ഈ ദ്വിതീയ ഭാവനയാണ് പുനഃസൃഷ്ടിയുടെ ഭാവന. ഇതാണ് പുനഃസൃഷ്ടിയുടെ ഭാവന. പ്രാഥമിക ഭാവനയും ദ്വിതീയ ഭാവനയും അബോധപൂർവമായ മറ്റത് എല്ലാവർക്കും ഒരു പ്രാഥമിക പ്രൈമറി ഇമാജിനേഷനും സെക്കൻഡറി ഇമാജിനേഷനും, പ്രൈമറി സെക്കൻഡറി. അപ്പോൾ പ്രാഥമിക ഭാവന എന്ന് പറയുന്നത് അബോധപൂർവമായൊരു പ്രവർത്തനമാണ്. എന്നാൽ ദ്വിതീയ ഭാവന എന്ന് പറയുന്നത് ബോധപൂർവമായൊരു പ്രവർത്തനമാണ്. അത് പുനഃസൃഷ്ടിയുടെ ഒന്നാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന. അപ്പം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കാൻ, നിങ്ങളെ ഈ ക്ലാസ് കഴിയുമ്പോഴും മറന്നു പോകരുത്. പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, അത് കഴിഞ്ഞിട്ട് വില്യം വേർഡ്സ്വർത്ത്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോളറിഡ്ജ്. 5 ആളാണ് ആകെ ഈ ഒരു യൂണിറ്റിലുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന്. അപ്പോൾ അതിൽ ഓർക്കണം, റിപ്പബ്ലിക്, ഇയോൺ ഓർക്കണം, അതുപോലെ തന്നെ പോയറ്റിക്സ് ഓർക്കണം, പ്രിഫേസ്, ലിറിക്കൽ ബെല്ലാഡ്സിൻ്റെ പ്രിഫേസ് ഓർക്കണം, ബയോഗ്രാഫിയ, ലിറ്റററിയ ഓർക്കണം. അപ്പോൾ അത് ഓരോന്നും. അപ്പോൾ അതിൽ പ്രാഥമിക ഭാവനയെക്കുറിച്ചും ദ്വിതീയ ഭാവനയെക്കുറിച്ചും പറയുന്നത് കോളറിഡ്ജ് ആണെന്ന് ഓർക്കണം, കോളറിഡ്ജ്. ഇനി അടുത്തത് ടി.എസ്. എലിയറ്റാണ്. ടി.എസ്. എലിയറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പോന്നു, ഏറ്റവും ആധുനികനാണ് അദ്ദേഹം. സാഹിത്യത്തിൽ ക്ലാസിസ്റ്റും, ഇതൊരു ചോദ്യമായതുകൊണ്ടാണ്, മതവിശ്വാസത്തിൽ ആംഗ്ലോ കാത്തലിക്കുമാണെന്ന് പറഞ്ഞ ആളാണ് ടി.എസ്. എലിയറ്റ്. അദ്ദേഹം വേസ്റ്റ് ലാൻഡൊക്കെ എഴുതിയ വേസ്റ്റ് ലാൻഡ് ടി.എസ്. എലിയറ്റിൻ്റെ അല്ലേ. അദ്ദേഹം ഒരു നിരൂപകനുമാണ്, അതോടൊപ്പം തന്നെ ഒരു വളരെ ആധുനികനായൊരു കവിയാണ്. എന്നാലോ അദ്ദേഹം ഈ കാൽപ്പനികത വിരുദ്ധ മനോഭാവം അദ്ദേഹം പുലർത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം കവിതയെക്കുറിച്ചുള്ള ചില വ്യക്തമായ സങ്കല്പങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സാഹിത്യത്തിൽ ക്ലാസിസ്റ്റും, അപ്പോൾ അദ്ദേഹം ഒരു കാൽപ്പനിക വിരുദ്ധനാണ്, അതോടൊപ്പം തന്നെ ഒരു ക്ലാസിസ്റ്റാണ്, മോഡേണാണ്, ആധുനികനാണ്. മതവിശ്വാസത്തിൽ ആംഗ്ലോ കാത്തലിക്കുമായ ടി.എസ്. എലിയറ്റാണ് അടുത്തത്. അദ്ദേഹം ചില കാര്യങ്ങളെയൊക്കെ നിഷേധിക്കുന്നുണ്ട്. വില്യം വേർഡ്സ്വർത്തിൻ്റെയൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. റിപ്പബ്ലിക്ക്, അതുപോലെ തന്നെ പോയറ്റിക്സ്, അതുപോലെ തന്നെ പ്രിഫൈസ്, അതുപോലെ തന്നെ ബയോഗ്രാഫിയ ലിറ്ററിയ. ഇനി ഇവിടെയുള്ള ഇതിൻ്റെ പേരാണ് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. റിപ്പബ്ലിക്ക് നിങ്ങൾക്കറിയാം, പ്ലേറ്റോ, പോയറ്റിക്സ് അരിസ്റ്റോട്ടിൽ, പ്രിഫേസ് ടു ലിറിക്കൽ ബെല്ലാഡ്സ് വില്യം വേർഡ്സ്വർത്ത്, ബയോഗ്രാഫിയ ലിറ്റററിയ നമ്മുടെ കോളറിഡ്ജ്. പഠിച്ച് ഒരു മാർക്കായി. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്ന് പറയുന്ന പുസ്തകം എന്ന കൃതി ടി.എസ്. എലിയറ്റിൻ്റെതാണ്. ടി.എസ്. എലിയറ്റിൻ്റെ പ്രസിദ്ധമായ പുസ്തകമാണ് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. പോയട്രി ഈസ് ദ ഇമോഷൻസ് റീകലക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഏകാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരമാണ് കവിത. വികാരങ്ങളുടെ ശക്തമായ അനർഗളമായ പ്രവാഹമാണ്. പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. വികാരങ്ങളുടെ ശക്തമായ പ്രവാഹമാണ്, സ്പോണ്ടേനിയസ് ഓവർഫ്ലോ, അങ്ങനെ അനിയന്ത്രിതമായ പ്രവാഹമാണ് കവിത എന്നൊക്കെ പറയുന്ന കാൽപ്പനികമായ വില്യം വേർഡ്സ്വർത്തിൻ്റെ വാദങ്ങളെയൊക്കെ നിരാകരിക്കുകയാണ് ടി.എസ്. എലിയറ്റ്. കവിത അങ്ങനെ ഒരു പ്രചോദനമല്ല, അതൊരു സംഘാടനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടി, കവി വ്യക്തിത്വത്തിനല്ല കാവ്യ വ്യക്തിത്വത്തിനാണ് പ്രാധാന്യം. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങൾ നോക്കേണ്ടത്, യഥാർത്ഥത്തിൽ നമ്മുടെ പൗരസ്ത്യ കാവ്യമീമാംസയിൽ ഇത് വളരെ ആധുനികമായൊരു കാഴ്ചപ്പാടാണ് എലിയറ്റ് പറയുന്നതെങ്കിലും കവിതയുടെ ഒരു ഏറ്റവും ആധുനികമായ പൗരസ്ത്യ കാവ്യ വീക്ഷണത്തിലും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതിനോട് ചേർത്ത് നമുക്ക് നോക്കാവുന്നതാണ്. പൗരസ്ത്യ കാവ്യ വീക്ഷണത്തിലും പറയുന്നത് എന്താണ്? ഒരു കവി ആയതുകൊണ്ട് നിങ്ങൾ കവിത എഴുതുകയാണോ, നിങ്ങൾ കവിത എഴുതിയതുകൊണ്ട് കവിയാവുകയാണോ എന്നാണ്. അതിനവർ പറയുന്നത് കവി ആയതുകൊണ്ട് കവിത എഴുതുകയാണ്. അപ്പം കാവ്യ വ്യക്തിത്വമാണ് പ്രധാനം, കവിയല്ല പ്രധാനം. കാവ്യം എഴുതുന്നു എന്നുള്ളതാണ്. കാവ്യം എഴുതുന്നു. അപ്പോൾ കാവ്യം എഴുതുന്നതാണ്, കാവ്യ വ്യക്തിത്വമാണ് പ്രധാനം, കാവ്യത്തിനാണ് പ്രാധാന്യം. അപ്പോൾ കവിയുടെ ഒരു വ്യക്തിത്വത്തിനല്ല പ്രാധാന്യം. അതുപോലെ തന്നെ കവിത എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രചോദനമായിട്ട് കടന്നു വരുന്ന ഒന്നല്ല. കവിത ഒരു പ്രചോദനമല്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്ന് പറയുന്ന പുസ്തകം ടി.എസ്. എലിയറ്റിൻ്റെതാണ്. ടി.എസ്. എലിയറ്റ്. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യം ഭാവുകത്വ വിഘടനം എന്ന് പറയുന്നത് എന്താണ്? മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന ലേഖനത്തിലാണ് ടി.എസ്. എലിയറ്റ് ഭാവുകത്വ വിഘടനത്തെക്കുറിച്ച് പറയുന്നത്. ഭാവുകത്വ വിഘടനം എന്ന് പറയുന്നത് ഡിസസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം അത് എന്താണ് പറയുക, ഒരു ചീത്ത കവിതയുടെ ലക്ഷണമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഭാവുകത്വത്തിൻ്റെ ഏകോപനമാണ് വേണ്ടത്, അതിൻ്റെ വിഘടനമല്ല വേണ്ടത് എന്നാണ്. അപ്പം അവിടെയും ഒരു പ്രധാനപ്പെട്ട 2 ചോദ്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെ അദ്ദേഹം പറയുന്ന മറ്റൊരു വാക്കാണ് വസ്തു സംയോജകം എന്ന് പറയുന്നത്. വസ്തു സംയോജകം എന്ന് പറയുന്നത് ഒരു വികാരത്തെ കലാരൂപത്തിൽ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ വികാരത്തെ പ്രകാശിപ്പിക്കാനുള്ള ഒരു സംഘാടനമാണ് അവിടെ വേണ്ടത്. ഭാവുകത്വത്തിൻ്റെ ഏകോപനമാണ് നല്ല കവിത. ഭാവുകത്വത്തിൻ്റെ ഏകോപനം എന്ന് പറയുന്നത് ചിന്തയും അനുഭൂതിയും, ഒരു ചിന്ത വേണം, അതിൻ്റെ ഒരു അനുഭൂതിയും, അത് സ്വാഭാവികമായി പരിണമിക്കുന്ന രീതിയിലുള്ള ഭാവുകത്വത്തിൻ്റെ ഏകോപനമാണ് ഒരു നല്ല കവിത. അങ്ങനെ ഭാവുകത്വത്തിൻ്റെ ഏകോപനത്തിലൂടെ, വസ്തു സംയോജകത്തിലൂടെ വിജയിച്ച കാവ്യമാണ് ഷേക്സ്പിയറുടെ മാക്ബത്ത്. എന്നാൽ വസ്തു സംയോജകത്തിൻ്റെ, ഭാവുകത്വത്തിൻ്റെ ഈ ഒരു ഏകോപനമില്ലാത്തത് കൊണ്ട് പരാജയപ്പെട്ട കാവ്യമാണ് ഷേക്സ്പിയറുടെ ഹാംലെറ്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറേ ചോദ്യങ്ങളാണ്. ഇവിടെ ടി.എസ്. എലിയറ്റിൻ്റെ ഭാഗത്തു നിന്ന് കുറേ ചോദ്യങ്ങൾ. ഒന്ന്, കാൽപ്പനികതയുടെ പ്രകടന പത്രിക എന്ന് പറയുന്നത് വില്യം വേർഡ്സ്വർത്തിൻ്റെ ലിറിക്കൽ ബല്ലാഡ്സിൻ്റെ പ്രിഫൈസാണ്. എന്നാൽ കാൽപ്പനിക വിരുദ്ധ മനോഭാവം പ്രകടിപ്പിച്ച എഴുത്തുകാരൻ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്ന കൃതിയിലൂടെ കാൽപ്പനിക വിരുദ്ധ മനോഭാവം പ്രകടിപ്പിച്ചത് ടി.എസ്. എലിയറ്റാണ്. സാഹിത്യത്തിൽ ക്ലാസിസ്റ്റും മതവിശ്വാസത്തിൽ ആംഗ്ലോ കാത്തലിക്കുമാണെന്ന് പറഞ്ഞത് ടി.എസ്. എലിയറ്റാണ്. വേസ്റ്റ് ലാൻഡ്, തരിശുഭൂമി എന്ന കാവ്യം എഴുതിയത് ടി.എസ്. എലിയറ്റാണ്. ആധുനിക ഭാവുകത്വത്തിൻ്റെ കവി കൂടിയാണ് ടി.എസ്. എലിയറ്റ്. ടി.എസ്. എലിയറ്റാണ് പറയുന്നത്, നേരത്തെ വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞതുപോലെയൊന്നും കവിത അങ്ങനെ ഒരു അനർഗളമായ നിർഗളമൊന്നുമല്ല. കവിത എന്ന് പറയുന്നത് അതൊരു പ്രചോദനത്തിൻ്റെ ഭാഗമല്ല, അതൊരു സംഘാടനത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞത് ടി.എസ്. എലിയറ്റാണ്. കവി വ്യക്തിത്വമല്ല, കാവ്യ വ്യക്തിത്വമാണ് പ്രധാനം എന്നാണ് ടി.എസ്. എലിയറ്റ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ടേമാണ് ഭാവുകത്വ വിഘടനം, ഡിസസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി. മെറ്റാഫിസിക്കൽ പോയറ്റ് എന്ന ലേഖനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. അവിടെയാണ് 2 പോയിൻ്റ് പരീക്ഷയ്ക്ക്. ഒന്ന്, വസ്തു സംയോജകത്തിൻ്റെ ഈ ഒരു സംയോജകത്തിൻ്റെ വിജയം, അതായത് ഭാവുകത്വത്തിൻ്റെ ഏകോപനമാണ്. ഭാവുകത്വ വിഘടനം എന്ന് പറയുന്നത് ചീത്തക്കവിത, അതിൻ്റെ ഒരു ഏകോപനമാണ്. വികാരത്തെ കലാരൂപത്തിൽ ആവിഷ്കരിക്കുക, ചിന്തയെ അനുഭൂതിയൊക്കെ ചേരുക, ആ ഒരു ഏകോപനമാണ് കവിതയുടെ വിജയം. അങ്ങനെ വിജയിക്കപ്പെട്ട ഷേക്സ്പിയറുടെ കാവ്യമാണ് മാക്ബത്ത്. അപ്പം വസ്തു സംയോജകത്തിലൂടെ വിജയിച്ച കാവ്യത്തിന് ഉദാഹരണമായിട്ട് ടി.എസ്. എലിയറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് മാക്ബത്താണ്. എന്നാൽ പരാജയത്തിൻ്റെ ഉദാഹരണമായിട്ട് ടി.എസ്. എലിയറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഹാംലെറ്റാണ്. ഷേക്സ്പിയറുടെ ഹാംലെറ്റിനെയും മാക്ബത്തിനെയാണ് ഉദാഹരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓർക്കേണ്ട, അപ്പോൾ ഇതാണ് ആ ഒരു മൊഡ്യൂളിൽ ഇത്രേ കാര്യമേ ഉള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 1 മാർക്ക് 2 മാർക്കൊക്കെ നിങ്ങൾക്ക്, ഒന്നിലധികം മാർക്ക് ഈ ഒരൊറ്റ ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഓർമ്മ വേണം, കവികൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ പ്ലാറ്റോവിൽ നിന്ന് തുടങ്ങി, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് വില്യം വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, അതുപോലെ തന്നെ ടി.എസ്. എലിയറ്റ്. ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും നേരെയുള്ള ടേമുകളാണ് നിങ്ങൾ നോക്കേണ്ടത്. ആ ഓരോ പദവും, മിമസിസ് എന്ന പദം ഉപയോഗിച്ചത് അരിസ്റ്റോട്ടിലാണ്. അതുപോലെ ട്രാജഡിയുടെ 6 ഘടകങ്ങൾ ഉദ്ദേശിച്ചത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ ഇതിവൃത്തത്തെ ലളിതമെന്നും സങ്കീർണമെന്നും പറഞ്ഞു. അതിൽ ലളിതമാണ്, സങ്കീർണമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതുപോലെ തന്നെ പ്ലാറ്റോ വിമർശിച്ച കവിയാണ് ഹോമർ, വിമർശിച്ച് അംഗീകരിച്ച കവി. കവികൾക്ക് ഇങ്ങോട്ട് പ്രവേശനമേ ഇല്ല എന്ന് പറഞ്ഞത് പ്ലാറ്റോ ആണ്. പ്ലാറ്റോ പറഞ്ഞു. പിന്നെ മറ്റൊന്ന് അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച വിദ്യാലയമുണ്ട്, അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച വിദ്യാലയം. അപ്പോഴിനി അതിൽ ഒരു പോയിൻ്റ് കൂടി പറയാനുള്ളത് നമ്മുടെ അരിസ്റ്റോട്ടിലുമായി ബന്ധപ്പെട്ട്. അരിസ്റ്റോട്ടിൽ
മറന്നു പോകരുത്. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 1-2 മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ വന്നു. 1-2 ആയിരിക്കും, 1-2 മാർക്കൊക്കെ എന്തായാലും ഈ ഒരു മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ മൊഡ്യൂൾ കൊണ്ട്, അങ്ങനെ മൊഡ്യൂൾ വെച്ച് പഠിക്കുമ്പോൾ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അരിസ്റ്റോട്ടലിൻ്റെ വിദ്യാലയമാണ് ലൈസിയം, അല്ലെങ്കിൽ പരിക്രമണ വിദ്യാലയം എന്ന് പറയുന്നത് അരിസ്റ്റോട്ടലിൻ്റെ വിദ്യാലയമാണ്. അതുകൂടി അതിൻ്റെ കൂടെ ഒരു പോയിൻ്റായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക, ലൈസിയം. ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചതായിരിക്കും. അപ്പം ഒരു നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളൊരു നോട്ട് ബുക്കിൽ ഒരൊറ്റ പേജിൽ ഒരു ഹാഫ് A4 പേജിൽ നിങ്ങൾക്ക് 1-2 മാർക്ക് അവിടെ ഫിക്സ് ചെയ്യാം. നിങ്ങൾക്ക് എനിക്കൊരു മാർക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക്, മത്സര പരീക്ഷയ്ക്ക്, അതാണ് മത്സര പരീക്ഷയ്ക്ക്. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ പാശ്ചാത്യ കാവ്യ സിദ്ധാന്തം യവനദേശത്താണ്. അതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് കവിതയ്ക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ ആളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. കവികളെ ശത്രുക്കളായി കണ്ട, കുട്ടികൾ കവിത പഠിക്കരുതെന്ന് പറഞ്ഞാൽ, കവിതയെ സ്കൂളിൽ പഠിപ്പിക്കരുത്, കുട്ടികളെ പഠിപ്പിക്കരുതെന്ന് പറഞ്ഞ ആളാണ് പ്ലേറ്റോ. ആ പ്ലേറ്റോയുടെ റിപ്പബ്ലിക് ഇയോണ് ആ സംവാദ രൂപത്തിലാണ്, ഡയലോഗ് രൂപത്തിലാണ്, ഡയലോഗ്സാണ്, സംവാദങ്ങളാണ്. ആ പ്ലേറ്റോ കവികളെ അംഗീകരിച്ചില്ല. ഹോമറെ വെച്ചിട്ടാണ് വിമർശനമൊക്കെ നടത്തിയത്. എന്തുകൊണ്ടാണ് പ്ലേറ്റോ കവികളെ അംഗീകരിക്കാത്തത്? കാരണം പ്ലേറ്റോ ഒരു ആശയവാദിയാണ്. ആശയമാണ് പരമമായ സത്യം. അതാണ് മാറ്റത്തിനൊന്നും വിധേയമാവാത്തത്. അപ്പോൾ അദ്ദേഹം ഉദാഹരിക്കുന്ന കട്ടിൽ, അത് ദൈവകൃതമായ ഒരാശയമാണ് കട്ടിൽ. ആ ആശയത്തിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് ആശാരി അതിന് രൂപം കൊടുക്കുമ്പോൾ ഉണ്ടാക്കുന്നു. ചിത്രകാരൻ വേറൊരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നു, ചിത്രത്തിലൂടെ കവി വീണ്ടും. അപ്പോൾ ഇങ്ങനെ ഒരു അനുകരണമാണ്. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നതാണ്. പക്ഷേ ആ പ്ലേറ്റോവിൻ്റെ ശിഷ്യനായ അരിസ്റ്റോട്ടിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. പ്ലേറ്റോയ്ക്കുള്ള മറുപടി കൊടുക്കുന്നു പോയറ്റിക്സിൽ. ആ അനുകരണം എന്ന് പറയുന്നത് അപൂർണമായ ഒന്നിനെ പൂർണ്ണമാക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറയല്ലോ, അതായത് ഇപ്പോൾ നമ്മളൊരു റോസ്, പ്രകൃതിയിലുള്ള റോസൊക്കെ അപ്പം ഈ പ്രകൃതി അപൂർണമാണ് എന്നൊക്കെയുള്ള ചിന്തയിൽ നിന്ന് അതിനെ പൂർത്തിയാക്കാനുള്ള വളരെ ഉദാത്തമായ കാവ്യഭാവനയാണ്. അതൊരു പുനഃസൃഷ്ടിയാണ്. അത് അനുകരണമല്ല എന്ന് പറയുന്ന അരിസ്റ്റോട്ടിലാണ്. അതിനുശേഷം നമ്മുടെ പരീക്ഷയ്ക്ക് അരിസ്റ്റോട്ടിൽ ദുരന്ത നാടകത്തെക്കുറിച്ചാണ് പറയുന്നത്. ദുരന്ത നാടകത്തിൻ്റെ 6 ഘടകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ ഘടകങ്ങൾ പറഞ്ഞിട്ട്, ആ ഘടകങ്ങളിൽ ഇതിവൃത്തമുണ്ട്. അതുപോലെ തന്നെ ആ ഇതിവൃത്തത്തെക്കുറിച്ച്, കഥാപാത്ര ചിത്രീകരണത്തെക്കുറിച്ച് പറയുന്നു. ആ ഇതിവൃത്തം പറയുമ്പോഴാണ് അതിൻ്റെ ലളിതവും സങ്കീർണവും പറയുന്നു. ആ സങ്കീർണമാണ് ഉത്തമമായിട്ടുള്ളതെന്ന് പറയുന്നു. ആ സങ്കീർണതയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് 2 ടേം, സ്ഥിതി വിപര്യവും അഭിജ്ഞാനവും. അപ്പം കഥാപാത്രത്തിൽ സംഭവിക്കുന്ന ആ തിരിച്ചറിവാണ് അഭിജ്ഞാനം. അഭിജ്ഞാന ശാകുന്തളമൊക്കെ ഓർക്കുക. അതിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, വേറൊരു തരത്തിൽ അഭിജ്ഞാന ശാകുന്തളത്തൊക്കെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് വെക്കാം. മറ്റൊന്ന് സ്ഥിതി വിപര്യം. പിന്നെ ഇതിൻ്റെ ഒരു സൂചന കൂടി പൗരസ്ത്യ കാവ്യ സിദ്ധാന്തം പറയുമ്പോൾ ഇതിനൊന്ന് കമ്പയർ ചെയ്തിട്ട് ഞാൻ ആ സമയത്ത് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി അത് മനസ്സിൽ ഉറയ്ക്കും. പക്ഷേ ഈ പോയിൻറ്റുകളൊക്കെ ഇപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ അരിസ്റ്റോട്ടലിനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ കടന്നു വരണം. അരിസ്റ്റോട്ടൽ എന്ന് പറയുന്ന ഒരു ഫയൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലേറ്റോയുടെ ശിഷ്യനാണ്, പ്ലേറ്റോയ്ക്കുള്ള മറുപടിയാണ്. അത് പോയറ്റിക്സിലാണ് കൊടുത്തത്. കവിതയെ അംഗീകരിക്കുന്നുണ്ട്. അപ്പം അത് പറഞ്ഞിട്ട് ദുരന്ത നാടകത്തെക്കുറിച്ച് പറയുന്നു. ദുരന്ത നാടകത്തിൻ്റെ 6 ഘടകങ്ങളെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ ഇതിവൃത്തത്തെക്കുറിച്ച് പറയുന്നു. അത് സങ്കീർണവും ലളിതവുമുണ്ട്. സങ്കീർണമാണ് കൂടുതൽ ഉത്തമം. സങ്കീർണമാക്കുന്നതിലെ 2 ഘടകമാണ് സ്ഥിതി വിപര്യവും അഭിജ്ഞാനം എന്ന് പറയുന്നു. കഥാപാത്ര ചിത്രീകരണം വരുന്നു. കഥാപാത്ര ചിത്രീകരണം വരുമ്പോഴാണ് ഹേമർഷ്യ അങ്ങോട്ട് കടന്നു വരുന്നത്. ആ ഹേമർഷ്യ എന്ന് പറയുന്നത് ഈ ദുരന്തം കടന്നു വരാനുള്ള ഒരു പഴുതാണ്. അത് ഹിപ്പോക്രട്ടസിൻ്റെ വൈദ്യശാസ്ത്രത്തിൽ നിന്ന് എടുത്തതാണ്. അതിനുശേഷമാണ് ഈ നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈ ദുരന്ത നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന 2 കാര്യങ്ങളെക്കുറിച്ച്, അതായത് കഥാർസിസ് എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിക്കുന്നു. ആ കഥാർസിസിൻ്റെ 2 സാധനമാണ് വിരേചനവും വിപുലീകരണവും. അപ്പോൾ വിരേചനം എന്ന് പറയുന്നത് ഈ ബീഭത്സം അല്ലെങ്കിൽ ഭയങ്കരം ഭീതി എന്നൊക്കെ പറയുന്ന വികാരങ്ങൾ ഉണർത്തിയിട്ട് അതങ്ങ് പുറത്തള്ളുകയാണ്. അങ്ങനെ പുറന്തള്ളാതെ അതിനെ അങ്ങോട്ട് വിമലീകരിക്കുന്നതാണ് വിമലീകരണം. അതിനെയാണ് നമ്മുടെ ലൂക്കാസൊക്കെ എതിർത്തത്. അവിടെയാണ് പ്രസിദ്ധമായ വാക്യം, തിയേറ്റർ ഈസ് നോട്ട് എ ഹോസ്പിറ്റൽ. നാടകശാല എന്ന് പറയുന്നത് ഒരു ആശുപത്രിയല്ല എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടലിന് ശേഷമാണ് പിന്നീട് നിങ്ങളെ സിലബസ് പെട്ടെന്ന് ചാടിപ്പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഹോരസിനെ പോലെയുള്ള ഒരുപാട് നല്ല നല്ല ആളുകളുണ്ട്, ലോങ്ങിനസിനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് സിലബസിൽ വളരെ ഡീറ്റെയിൽ ചെയ്യുന്നത് പിന്നീട് വില്യം വേർഡ്സ്വർത്തിനെയാണ്. വില്യം വേർഡ്സ്വർത്തിനെ പറ്റി പറയുമ്പോഴാണ് കാൽപ്പനികതയുടെ പ്രകടന പത്രിക എന്ന് പറയുന്ന പ്രിഫേസ് അല്ലേ. അപ്പോൾ ആ പ്രിഫേസിൽ അവർ പറയുന്നു പോയട്രിക്ക് നിർവചനങ്ങൾ കൊടുക്കുന്നു. അതൊക്കെയാണ് വില്യം വേർഡ്സ്വർത്ത്. അതിനുശേഷമാണ് കോൾറിഡ്ജിലേക്ക് കടന്നു വരുന്നു, ബയോഗ്രാഫിയ ലിറ്റററിയ. അവിടെ കവി പ്രതിഭയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അവിടെ 4 കാര്യങ്ങൾ പറയുന്നു: സംഗീതാത്മകത,
അതുപോലെ തന്നെ വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ബിംബകൽപ്പന, ചിന്തയുടെ ആഴവും ഊർജ്ജവും, അതെന്തായാലും പഠിച്ചു വെക്കണം. കാരണം അതൊരു 4 ഉള്ളതുകൊണ്ട്. പിന്നെ ഈ പ്രാഥമിക ഭാവന, ഒരൊറ്റ ചോദ്യം എങ്ങനെയാണ് ചോദിക്കൂ, പ്രാഥമിക ഭാവന, ദ്വിതീയ ഭാവന, ഇതിനെക്കുറിച്ച് പറഞ്ഞതാര്? അതാരാണ്? വില്യം വേർഡ്സ്വർത്താണ്. അപ്പോൾ ഇതിൽ എല്ലാവർക്കും ഉള്ളതാണ് പ്രാഥമിക ഭാവന. പുനഃസൃഷ്ടിക്കാനുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു സൃഷ്ടിക്കുള്ള കഴിവാണ് ദ്വിതീയ ഭാവന. പിന്നീടുള്ളതാണ് ടി.എസ്. എലിയറ്റ്. ടി.എസ്. എലിയറ്റിൻ്റെ ടി.എസ്. എലിയറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ അവിടെ 2-3 ചോദ്യങ്ങളാണ്. സാഹിത്യത്തിൽ ക്ലാസിസ്റ്റും മതത്തിൽ ആംഗ്ലോ കാത്തലിക്കും, മതവിശ്വാസത്തിൽ ആംഗ്ലോ കാത്തലിക്കുമാണ്. കാൽപ്പനിക വിരുദ്ധ മനോഭാവം പ്രകടിപ്പിച്ചു. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്ന കൃതി കവി വ്യക്തിത്വത്തിനല്ല കാവ്യ വ്യക്തിത്വത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. അതോടൊപ്പം തന്നെ മെറ്റാഫിസിക്കൽ പോയറ്റ് എന്ന ലേഖനത്തിലാണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി, ഭാവുകത്വ വിഘടനം. ഭാവുകത്വ വിഘടനം എന്ന് പറയുമ്പോൾ അതൊരു ചീത്ത കവിതയാണ്. അതിൻ്റെ അസോസിയേഷനാണ് വേണ്ടത്, അല്ലേ? ഭാവുകത്വത്തിൻ്റെ ഏകോപനമാണ് നല്ല കവിത. വസ്തു സംയോജകം എന്ന് പറയുന്ന ഒരാശയം, ഈ വികാരവും ചിന്തയും അനുഭൂതിയും ഒക്കെ ചേർന്ന് വരുന്നത്. അപ്പോൾ അവിടെയാണ് ഷേക്സ്പിയറുടെ 2 കാവ്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ഹാംലെറ്റ് എന്ന് പറയുന്നത് ഈ ഭാവുകത്വത്തിൻ്റെ ഏകോപനത്തിൽ വിജയിച്ചതാണ്, എന്നാൽ ഹാംലെറ്റ് പരാജയപ്പെട്ടതാണ്. അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഒരു ടൈറ്റിൽ പഠിക്കാനുള്ളത്. നിങ്ങൾ 1-2 പ്രാവശ്യം കേൾക്കുക, നിങ്ങളുടേതായ ഒരു ചെറിയ നോട്ട് ഉണ്ടാക്കുക, അത് ഓർത്ത് വെക്കുക. അത്രയേ ഉള്ളൂ. ഈ 4-5 പേരെ ഓർത്ത് വെച്ചാൽ 1-2 മാർക്ക്. അപ്പോൾ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് FDയിലേക്ക് നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് മാർക്ക് 1 മാർക്ക് 2 മാർക്ക് അവിടെ ചെയ്ത് വെക്കുക. ഇനി ഇതേ സാധനം നമുക്കൊരു ചെറിയ റിവിഷനായിട്ട് വരിക. പൗരസ്ത്യ കാവ്യ സിദ്ധാന്തം എടുക്കുമ്പോൾ നമുക്കിത് 2ഉം കൂടി ഒന്ന് ചേർത്ത് പറയുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് തീർക്കാം. ഇതൊന്ന് മനസ്സിരുത്തി കേൾക്കുക, ചെറിയ നോട്ട് കുറിച്ചെടുക്കുക, ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുക, മാർക്ക് പോയിൻ്റായിട്ട് ഓർക്കുക. ഓക്കെ എന്നാൽ.